ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെജിനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നെത്തോലി വറവലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മത്സ്യങ്ങളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചെറുമീനാണ് നെത്തോലി. സാധാരണ നമ്മൾ നെത്തോലി പൊരിച്ച് കഴിക്കും, അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കും. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ 1/2 കിലോ നെത്തോലി മീനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല നന്നായിട്ട് മീനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ മസാല ചേർത്ത് വച്ചിരിക്കുന്ന മീനുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ചെറിയ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നതാണ്. ഇനി ഇതൊരു 2-3 മിനിറ്റ് കഴിഞ്ഞ് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 വശവും റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ എണ്ണയിലേക്ക് തന്നെ ബാക്കി വന്നിരിക്കുന്ന നെത്തോലി കൂടി ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ വറുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ എല്ലാ നെത്തോലി മീനും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ മീൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 15 ചെറിയുള്ളി 4ആയി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എരിവ് അധികം വേണ്ടാത്തവർക്ക് 1 ടീസ്പൂൺ ചേർത്താൽ മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വരണം. അതുവരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടാണ് പൊരിച്ചിരിക്കുന്നത്. ഉള്ളിയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നെത്തോലി മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം മെല്ലെ ഇളക്കി കൊടുക്കണം. വല്ലാതെ ശക്തി ഉപയോഗിച്ച് ഇളക്കിയിട്ട് മീൻ പൊടിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നന്നായിട്ട് അതിൻ്റെ രുചി ഇറങ്ങി കിട്ടുന്നതാണ്. ഇത് രണ്ടും ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മെല്ലെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി വറവൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെത്തോലി റെസിപ്പിയാണിത്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.